പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ അരിപ്പൂവിനെ കുറിച്ചിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള പൂവാണ് അല്ലേ. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിക്കാം. ഒരൊറ്റ സംഗതി മാത്രം മതി കേട്ടോ ഇത് വേര് പിടിപ്പിക്കാൻ, പ്രത്യേകിച്ചും ബിഗിനേഴ്സിനൊക്കെ. അതായത് നമുക്കൊരു കഷ്ണം കമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എങ്ങനെയാണ് പിടിപ്പിക്കുക, നല്ലോണം വളം ചേർത്തിട്ട് വേണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ്സ് വായിക്കുമ്പോൾ കാണാറുണ്ട്. അപ്പം ചിലവർക്ക് എത്ര കുത്തിയിട്ടാലും ഇത് പിടിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇത് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. കൊങ്ങിണിപ്പൂക്കൾ എന്ന ചില സ്ഥലങ്ങളിൽ ഇതിന് പേരുണ്ട്. ലാന്റാന എന്നാണ് ഇതിൻ്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത്. വളരെ കുഞ്ഞ് ട്യൂബുലർ ഷേപ്പ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ക്ലസ്റ്റർ ആയിട്ടാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. റെഡ്, യെല്ലോ, വൈറ്റ്, ഓറഞ്ച്, പിങ്ക്, വയലറ്റ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ്, ഡബിൾ ഷെയ്ഡ്സും ഡബിൾ തട്ടായിട്ടൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വർഷത്തിലൊരിക്കൽ ഡീപ്പ് പ്രൂണിങ്ങും അതുപോലെ തന്നെ 3 to 4 times സോഫ്റ്റ് പ്രൂണിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചെടി ഒരുപാട് വർഷങ്ങൾ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ 2 ടൈപ്പിൽ ഇത് വരുന്നുണ്ട്. ഇങ്ങനെ വൈനിങ് ആയിട്ട് ഉള്ളത് വരുന്നുണ്ട്. അത് നമുക്ക് ചട്ടിയിലായിട്ട് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല കമ്പിയിലോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെല്ലിസ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുകയാണ് വെച്ചാൽ അതിങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിലും നിറയെ പൂക്കൾ ഉണ്ടാകും. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക. പിന്നെ മാസത്തിലൊരിക്കലൊക്കെ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചാണകം വെള്ളത്തിൽ പൊളിപ്പിച്ചിട്ട് ആ ഒരു തെളിയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഡീപ്പായിട്ട് വാട്ടറിങ് ഒരു വീക്ക്ലി വൺസ് നമ്മൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ തലേന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളതൊരു ഷെയ്ഡുള്ളൊരു ഭാഗത്തേക്ക് വെക്കുക. എന്താ വെച്ചാൽ നല്ല വെയിൽ കിട്ടണ ഒരു സ്ഥലത്താവുമ്പോൾ എന്താ വെച്ചാൽ ആ വെയിലിനനുസരിച്ച് നമ്മൾ വെള്ളം വൈകിട്ടോ ഒറ്റ കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ചിലപ്പം വാടിപ്പോകുന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള സമയത്ത് ഞാൻ മാറ്റി ചെടീനൊന്ന് ആ ചട്ടിയോട് കൂടിയിട്ടൊന്ന് മാറ്റി വെക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കമ്പ് സെലക്ട് ചെയ്യുന്ന കാര്യം, അതായത് നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴും വല്ലാതെ മൂത്ത കമ്പ് നോക്കാതെ ഏകദേശം ഇങ്ങനെ ഇളയതല്ലാണ്ട് കുറച്ചൊരു സെമി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് മൂർച്ചയുള്ള ഒരു കത്രികയോ അല്ലെങ്കിൽ നല്ല പഴയതല്ലാത്ത പുതിയ ബ്ലേഡോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിയിൽ ഒരുപാട് ഇലകളൊക്കെ കാണുമല്ലോ. ആ ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിത് 2 മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. എല്ലാതെയും നമുക്ക് വെക്കാം. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മണലാണ്. മണൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചാൽ വേര് പെട്ടെന്ന് വരാൻ മണലാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കവറ് അല്ലെങ്കിൽ ഒരു ചട്ടി എന്താണെന്ന് വെച്ചാൽ അത് നല്ല ഹോൾ ഉണ്ടായിരിക്കണം. അതായത് വെള്ളം പോകണമല്ലോ. നമ്മൾ കുത്തി പിടിപ്പിക്കാനൊക്കെ വളരെ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷേ നമ്മളതിന് നന കൊടുക്കണം കൃത്യമായിട്ട്. അതായത് 2 ആഴ്ച നന്നായിട്ട് അതിനെ ശ്രദ്ധിക്കണം. ഷെയ്ഡുള്ളൊരു സ്ഥലത്തും വയ്ക്കണം. മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ പോക്കറ്റ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു ചെറിയൊരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കമ്പ് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇന്നത്തെ സ്റ്റേജാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് നന കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നല്ല തണലുള്ളൊരു സ്ഥലത്ത്, അതായത് മരത്തിൻ്റെ അടിയിലോ അങ്ങനെ ഒരു ഷെയ്ഡ് ഉള്ളൊരു സ്ഥലത്ത് വയ്ക്കുക. വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലത്ത്. അതായത് 2 ആഴ്ച അതിനെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല രാവിലെയും വൈകിട്ടും കൃത്യമായിട്ട് വെള്ളം ഒഴിക്കുക. കുത്തി വെള്ളം ഹോസിനെ കൊണ്ടൊന്നും ഒഴിക്കരുത്. കയ്യിൽ കുറച്ച് കുമ്പിൾ അതുപോലെ വെള്ളം കയ്യിലാക്കിയിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ ഒരു ഈർപ്പം അതിൽ നമ്മളെപ്പോഴും നിലനിർത്തി വെക്കണം. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ വേര് വരിക. ചില കാലാവസ്ഥയിൽ ചിലപ്പം പിടിച്ച് കിട്ടാൻ പ്രയാസമായിരിക്കും ചില കമ്പുകൾ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാം. ചിലപ്പം ഭാഗ്യവശാൽ നമുക്ക് മഴയത്തൊക്കെ പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ചട്ടീൻ്റെ ഉള്ളിൽ കൊത്തിയിട്ടാൽ മതി. അപ്പം ഈ ഒരു ചെടി വേര് പിടിപ്പിച്ചിട്ട് ഏകദേശം 1 മാസമായി കേട്ടോ. നല്ല അത്യാവശ്യം പൂക്കളൊക്കെ നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചുമ്മാ വെറുതെ കാണിക്കില്ല. ഞാൻ ഇത് കവർ കീറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേര് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. അപ്പം പിടിപ്പിക്കേണ്ട രീതികളൊക്കെ ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും ഇങ്ങനെ ഒരു ചെറിയ കഷ്ണം കമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് ഈ ഒരു ചെടി പിടിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിതൊന്ന് ജസ്റ്റ് ടയർ ചെയ്യാം, ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും.
നമ്മളൊരു റൂട്ടിംഗ് ഹോർമോണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല. ജസ്റ്റ് ഞാനിതിൽ കാണിച്ച അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞാലൊക്കെ ഏകദേശം ചെടി പിടിക്കുകയോ പിടിക്കില്ലേ എന്ന് ഏകദേശം അതിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് വിചാരിച്ചിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞാൽ ഈ കമ്പ് എടുത്ത് പൊക്കി നോക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് പറയാൻ പറ്റില്ല വേറെ ഏതൊരു സമയത്താണ് വന്ന് കിട്ടുക എന്നുള്ളത്. പിന്നെ വാട്ടൊക്കെ ചിലപ്പം കാണും, കുഴപ്പമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നന കൊടുക്കുന്ന രീതി എന്ന് വിചാരിച്ചിട്ട് വെള്ളം ഒരുപാട് കെട്ടി നിൽക്കുന്ന രീതിയിലും ഇതാക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, വേര് പൊട്ടാത്ത രീതിയിലും എല്ലാം നമ്മളെടുക്കുക. വെറും മണലാണ്, അതിൽ വേറെ ഒരു സംഗതി നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുമ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. ചകിരിച്ചോറും ചാണകവും സാധാരണ നമ്മൾ ഗാർഡൻ സോയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ കുറച്ച് കൂടുതൽ ഞാൻ ഇപ്രാവശ്യം ചകിരിച്ചോറ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നന കാര്യങ്ങളൊക്കെ നമ്മൾ ചെടി ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി. ചകിരിച്ചോറിൽ പൊതുവേ ഒരു ഈർപ്പുണ്ടാവുമല്ലോ. നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് മണ്ണ് നിറയ്ക്കുക. അപ്പോൾ ചിലവർ കൂടുതൽ ചകിരിച്ചോറ് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു വെള്ളം കൊടുക്കുന്ന രീതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചകിരിച്ചോറ് ഇനി കുറവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നന കൊടുക്കുകയും വേണം. പിന്നെ നട്ട് കഴിഞ്ഞാൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ആഴ്ച നമ്മൾ ഷെയ്ഡുള്ളൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. ചെടി ഏകദേശം പിടിച്ചു എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്ക് നല്ല ഒരു വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ വേര് പിടിപ്പിച്ച ഒരു ചെടി ഞാൻ ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. അപ്പം മാറ്റി കഴിഞ്ഞിട്ട് അത്യാവശ്യം നന്നായിട്ട് 2-3 മാസമൊക്കെ ആയിട്ടുണ്ട്. ചെടി നന്നായിട്ട് ഇതാ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. ട്രിം ചെയ്ത് കൊടുക്കണം. കട്ടിയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ബുഷായിട്ട് വരും. ഹാങ്ങിങ് ചട്ടിയിൽ വെക്കുന്നത് എന്താ, ചിലപ്പോൾ ഹാങ് ചെയ്ത് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നിറയെ പൂക്കളും വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അത്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.